നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാർ. ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലെ താരമായിരുന്നു. നിരവധി വിവാദങ്ങളിൽ പണ്ടും പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീല് ചെയ്ത വിവാദവുമായി ഇപ്പോൾ ജാസ്മിൻ ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ വീണ്ടും വന്നിരിക്കുകയാണ് വിവാദ നായികയായിട്ട്. പക്ഷേ ജാസ്മിൻ അത് മാപ്പ് പറഞ്ഞു. അത് അവിടെ അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് വീണ്ടും ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത് ശുദ്ധി നടത്താൻ പോകുന്നു, ക്ഷേത്രക്കുളം എന്നുള്ളത്. ആചാരശുദ്ധി. കാരണം അവിടെ ഇത്തരത്തിലുള്ള ജലശുദ്ധി വേണം, ആചാരശുദ്ധി വേണം, കുറെ അധികം അതിന് പോംവഴികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ ഇത്തരത്തിൽ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. പലരും പല അഭിപ്രായങ്ങളാണ് അതിൽ പറയുന്നത്. ശരിക്കും ആചാരം വിശ്വാസമൊക്കെ ഒരു ഭാഗത്ത്, ഈ പറയുന്ന നിരീശ്വരവാദം അല്ലെങ്കിൽ നിരീശ്വരപരമായിട്ട് അല്ലെങ്കിൽ അവിശ്വാസം എന്ന് പറയുന്ന മറുഭാഗത്ത് നിന്നുകൊണ്ടാണ് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇടുന്നത്. സാറിന് ഇത് എന്താണ്? അതെ, ഫിറോസ് ഖാന്റെ കമന്റ് ഒന്ന് വായിക്കാം. ബിഗ് ബോസ് താരമാണ് ഫിറോസ് ഖാൻ. ജലം ശുദ്ധീകരണം ചെയ്യുന്നവർ വായു കൂടി ശുദ്ധീകരണം ചെയ്യണം. നമ്മൾ 21st സെഞ്ചുറി 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ മതഫാസിസ്റ്റുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കലിയുഗം എന്നറിയപ്പെടുന്നത്. അമ്പലക്കുളത്തിൽ നീരാടാനിറങ്ങുന്ന എത്രയോ പേരുടെ മൂത്രത്തുള്ളികൾ അതിൽ വീഴുന്നതിനൊന്നും യാതൊരു കുഴപ്പവും ഈ കഴപ്പന്മാർക്ക് ഇല്ല. ശിവൻ അർജുനനു കൊടുത്ത ഇതുവരെയും പ്രയോഗിക്കാത്ത പാശുപതാസ്ത്രം ഉപയോഗിക്കേണ്ടുന്ന സമയം ആയിരിക്കുന്നു. ത്രിലോകവും നശിക്കട്ടെ, ഈ മതമണ്ടന്മാരുടെ പേക്കൂത്ത് കാണണ്ടല്ലോ. ഇല്ലെങ്കിൽ കൽക്കി അവതരിക്കട്ടെ, ഇനി 3,30,000 കൊല്ലം കാത്തിരിക്കാൻ വയ്യ. ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് ഓർത്തുപോകുന്നത്. കേരളം ഒരു ഭ്രാന്താലയമാണ്. ഫിറോസ് ഖാനാണ് ഇതിട്ടിരിക്കുന്നത്. കേരളം ഒരു മതസഹിഷ്ണുതയുള്ള സംസ്ഥാനമാണ്. ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെയാണ് വളരെ സ്വച്ഛന്തമായി ഒരു ആളുകൾക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ഗുരുവായൂർ ക്ഷേത്ര സന്നിധി. നമ്മൾ ആ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ നടപ്പന്തൽ, പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഉള്ളറകൾ അകത്തേക്ക് പ്രതിഷ്ഠ ഇരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു കൃഷ്ണസങ്കല്പം കേരളത്തിൻ്റെ മനസ്സുകളിലുണ്ട്. ആ വളരെ വലിയൊരു കൃഷ്ണസങ്കല്പത്തിനപ്പുറം ഇതിന് ഒരുപാട് പാരമ്പര്യം, ഏകദേശം 5000 വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു വിശ്വാസമാണ് ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന ഓരോ മലയാളിയുടെയും മാത്രമല്ല ഓരോ ഭാരതീയൻ്റെയും ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. അത് അവരുടെ മനസ്സിലുണ്ട്, അവരുടെ ഓർമ്മകളിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ഏകാദശിയൊക്കെ. അപ്പോൾ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരുപിടി ആചാരങ്ങളുണ്ട്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ വിവാഹം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നടപ്പന്തലിൽ നിൽക്കുകയാണ് പതിവ്. എത്ര പരിചയമുള്ളവരുണ്ടെങ്കിലും അതിനകത്തേക്ക് കടക്കാൻ മനസ്സ് അനുവദിക്കത്തില്ല. കാരണം അതൊരു വിശ്വാസ സമൂഹത്തെ വേദനിപ്പിക്കുന്ന തലത്തിലാവരുത് എന്ന ചിന്തയുള്ളത് കൊണ്ടാണ്. ആധ്യാത്മികത പലപ്പോഴും നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് ക്ഷേത്രത്തിലെത്തുമ്പോൾ, പള്ളികളിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആധ്യാത്മികത അത് ദൈവത്തോട് ഒത്തുചേരുന്ന ഒരു സംഗമവേദിയായി മാറും. പലപ്പോഴും പല വിമർശനങ്ങൾ ഉയർത്തുന്നവർ പറയും, ഭഗവാൻ ആകാശ ചുരുളുകൾക്ക് അപ്പുറമല്ലല്ലോ നമ്മളുടെ മനസ്സിൽ, ഇവിടെയുള്ള ഓരോ ജീവനിലുമല്ലേ കുടികൊള്ളുന്നത്. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ വീക്ഷണകോണുകളുണ്ട്. പക്ഷേ ഇതൊരു വിശ്വാസമാണ്. വിശ്വാസം നമ്മൾ ആചാരങ്ങളിലൂടെയാണ് പലപ്പോഴും അനുഭവിച്ചറിയുന്നത്. ആചാരം നമുക്ക് നമ്മുടെ പൂർവികർ കൈമാറിയ വലിയൊരു അനുഗ്രഹമാണ്. പൂർവികർ അത്തരം അനുഭവങ്ങളിലേക്ക്, ആധ്യാത്മികതയിലേക്ക് എത്തിച്ചേരുന്നത് അവർക്ക് പകർന്നു കിട്ടിയ വലിയ അറിവിലൂടെയും വലിയ ജ്ഞാനത്തിലൂടെയും മോക്ഷമെന്ന വലിയ സങ്കല്പത്തിലൂടെയുമാണ്. ആ മോക്ഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ വിശ്വാസികൾ, ആത്മീയതയിലുള്ളവർ. ഇന്ത്യയുടെ കരുത്ത്, ഭാരതത്തിൻ്റെ കരുത്ത് ഒരു ഹൈന്ദവ സംസ്കാരമാണെങ്കിൽ അതിൻ്റെ കാതൽ ഈ ആത്മീയതയാണ്. പലപ്പോഴും ഈ ആത്മീയതയിൽ ഊന്നി ഭാരതീയർ കൂടുതൽ ക്ഷമയുള്ളവരാണ്, ഭാരതീയർ കൂടുതൽ സഹനശക്തി ഉള്ളവരാണ്, ഒരു വിശാല ലോകത്തെ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്, അവരെ ചേർത്ത് പിടിക്കുന്നത്. ലോകത്തിൻ്റെ പല സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സന്നദ്ധ സംസ്കാരം നഷ്ടപ്പെടാതെ അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്.
കേരളം പോലൊരു ഭൂമികയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് AD 57 മുതൽ ക്രൈസ്തവ മതത്തിൻ്റെ ഇടപെടലുകൾ, പിന്നീട് ഇസ്ലാം മതത്തിൻ്റെ കടന്നുവരവ്. അപ്പോഴൊന്നും ഇത്തരം മതങ്ങളോടോ പാശ്ചാത്യ സംസ്കാര രീതികളോടോ മുഖം തിരിച്ചിട്ടില്ല ഈ നാട്. എന്നും അവരെ ഒക്കെ ഉൾക്കൊള്ളുക മാത്രമാണ് ചെയ്തത്. അവിടെ നിന്ന് സഹനത്തിൻ്റെ ഒരുപാട് തലങ്ങളിലൂടെ കടന്ന് ഇത്തരമൊരു സംസ്കൃതിയിൽ എത്തിച്ചേരുമ്പോൾ നമ്മളിപ്പോൾ മതനിരപേക്ഷതയെന്നും മതസഹിഷ്ണുതയെന്നും വിളിക്കുന്ന പുതിയൊരു മണ്ഡലത്തിലെത്തി. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഈ പുതിയ തലത്തിൽ. അതിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സഹനമുണ്ട്, ക്ഷമയുണ്ട്, വലിയ തോതിലുള്ള ആത്മീയതയുണ്ട്, ഋഷിമാരുടെ വലിയൊരു കോൺട്രിബ്യൂഷനുണ്ട്. നമ്മൾ വെറുതെ ഒരു ആചാരം അനുഷ്ഠിക്കുകയല്ല, അത് അനേക തലമുറകളിലൂടെ പകർന്നു കിട്ടിയ വലിയൊരു ചൈതന്യം അനുഭവിക്കുകയാണ്. അതിനെ വെറും ഒരു ആചാരമെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുളത്തിൽ ഒരു കാലത്ത് അവിടെ ആളുകൾ ഇറങ്ങി കുളിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ പിന്നീട് അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടില്ല, തീർത്ഥക്കുളമാണ് എന്ന് ദേവസ്വം ബോർഡ് അധികൃതർക്ക് മുൻപ് തന്നെ അന്നത്തെ ഭരണാധികാരികൾ നിശ്ചയിച്ചു. അങ്ങനെ അതിനെ അതീവ പവിത്രമായി കരുതുന്നു. അത്തരമൊരു ക്ഷേത്രക്കുളത്തിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു അഹങ്കാരി പെൺകുട്ടി, ജാസ്മിൻ ജാഫർ എന്നാണ് അതിൻ്റെ പേര്, അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെല്ലുന്നൊരു മയിൽപീലി കുത്തിവെച്ച് അവിടെ തുള്ളിച്ചാടുന്നു. പിന്നീട് ഇതൊക്കെ പകർത്തിയ വിഷ്വലുകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ നമ്മെ നടുക്കിക്കളഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി ഇവരുടെ വൃത്തികെട്ട കാല് കഴുകുന്നു. സൗന്ദര്യം മുഖത്തോ ശരീരത്തിലോ അല്ല, സൗന്ദര്യം വേണ്ടത് മനസ്സിലാണ്. നന്മ എഴുതി ചേർക്കപ്പെടാൻ കഴിയില്ല, പക്ഷെ നന്മ ഓരോ മനുഷ്യനിലും ഇഴുകിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വൃത്തികെട്ട നന്മയില്ലാത്ത കാലുകളാണ് അവിടെ കഴുകി ആ ജലത്തെ മലിനമാക്കിയത്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഒന്നും രണ്ടോ അല്ല, ഏകദേശം 1.6 മില്യൺ ആളുകളാണ്, 2.6 26 ലക്ഷം ആളുകൾ. അവരുടെ മനസ്സിൽ വിശ്വാസ സങ്കല്പമുള്ളവർ വേദനിക്കും, അത് സ്വാഭാവികമാണ്. ഇതൊരു ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ, ഒരു മുസ്ലിം പള്ളിയിലാണെങ്കിൽ അവർക്ക് വേദനിക്കില്ലേ? തിരികെ അവർ പ്രതിഷേധിക്കില്ലേ, പ്രതികരിക്കില്ലേ? സഹിഷ്ണുത നല്ലതാണ്, പക്ഷെ നമുക്ക് സഹിഷ്ണുത എന്ന് പറയുന്നത് നിശബ്ദമാക്കപ്പെടേണ്ട ഒരവസ്ഥയല്ല. ക്ഷമ നല്ലതാണ്, ക്ഷമയും നിശബ്ദമാക്കപ്പെടേണ്ട ഒരവസ്ഥയല്ല. അതുകൊണ്ട് തന്നെയാണ് ചിലർ പ്രതികരിച്ചതും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളിലേക്ക് കടന്നു. നിർബന്ധിതരായതാണ്, സർക്കാർ നിർബന്ധിതരായി. കാരണം ഇപ്പോഴും കേരള സർക്കാരിൻ്റെ ഇടപെടലുകളുള്ള ഒരു ക്ഷേത്രം. ഒരു കാരണവശാലും ഗുരുവായൂർ അമ്പലം പോലെ ഇത്രയേറെ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ഒരു ക്ഷേത്ര സന്നിധിയിൽ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാട്ടാൻ ഒരാൾക്കും ധൈര്യം വരരുത്. അത് ഓരോ വിശ്വാസികളുടെയും കടമയുടെ കൂടി ഒരു ഭാഗമാണ്. ഇവിടെ അവർ പിന്നീട് തൻ്റെ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്നു, സമൂഹത്തോട് ക്ഷമ ചോദിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഒരു കുറ്റം ചെയ്ത് ക്ഷമ ചോദിച്ചതുകൊണ്ട് പ്രശ്നം പരിഹാരമാവില്ല. ക്ഷേത്രം പിന്നീട് വ്രതശുദ്ധിക്ക് വേണ്ടിയിട്ട് ആചാരങ്ങൾ നടത്തുന്നു. ഇന്ന് ചൊവ്വാഴ്ച ഉച്ചവരെ ഭക്തർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ 6 ദിവസം അവിടെ നടത്തിയ വ്രതാനുഷ്ഠാനങ്ങൾ വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം അശുദ്ധമാക്കപ്പെട്ട അവസ്ഥ മാറി ശുദ്ധമാക്കപ്പെട്ട അവസ്ഥയിലേക്ക്. ഇതിനെയാണ് ഫിറോസ് ഖാനെ പോലൊരു അവിശ്വാസി എന്ന് നമുക്ക് വിളിക്കേണ്ട, മറ്റെന്തെങ്കിലും വൃത്തികെട്ട ഭാഷയും ഇവിടെ ഉയർത്തേണ്ട. പക്ഷേ ഇവിടെയാണ് ഫിറോസ് ഖാനെ പോലൊരാൾ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നത്. ഏറ്റവും ദുഷിച്ച കാലുകൾ കഴുകി അശുദ്ധമാക്കിയ ജലം, അത് വിശ്വാസ സമൂഹം ക്ഷമിച്ച് ആ ജലത്തിൻ്റെ പുണ്യം മനസ്സിലാക്കി ആ തീർത്ഥജലത്തിനെ വീണ്ടും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനു നേർക്ക് ആക്ഷേപിക്കുകയല്ല, വാസ്തവത്തിൽ ഏറ്റവും ഭീകരമായ രീതിയിൽ നിന്ന പൊഴിക്കുകയല്ലേ ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഹിന്ദു വിശ്വാസത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. ഇതിനു മുന്നേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ആർക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഏത് വ്യക്തിക്കും ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു കയറാം എന്നുള്ള ഒരു ചിന്ത. നമുക്കറിയാം, ഗാനഗന്ധർവ യേശുദാസ് ഏറ്റവും കൂടുതൽ കൃഷ്ണനെ നല്ല മനോഹരമായി ഗാനം ആലപിക്കുകയും ഇന്നും ഹിറ്റായ പാട്ടുകൾ നേടിത്തന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പോലും ഇത്രയും വിട്ടു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് പുറത്തിരുന്ന് അദ്ദേഹം
അദ്ദേഹം കൃഷ്ണ എന്ന് വിളിച്ച് പാടുമ്പോൾ അത് ഉള്ളിൽ നിന്ന് ഗുരുവായൂരപ്പൻ കേൾക്കുകയും അത് ഏറ്റുപാടുകയും ചെയ്യുന്ന ഒരു കേരള സമൂഹം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഇപ്പോഴുമുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ ഇതിനു മുന്നേ ജസ്ന സലിം എന്ന് പറഞ്ഞ ഒരു മുസ്ലിം യുവതി ഇത്തരത്തിൽ ഗുരുവായൂരപ്പൻ്റെ പടം വിറ്റ് തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. വലിയ വീടൊക്കെ വെച്ചു, രക്ഷപ്പെട്ടു. ഗുരുവായൂരപ്പനെ വിറ്റ് തന്നെ ജീവിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിട്ടും അവിടെ കേക്ക് മുറിക്കുകയും അത് ഹൈക്കോടതി ഇടപെടുകയും അങ്ങനെയാണ് റീലുകളുടെ ചിത്രീകരണം അവിടെ ഇനി വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം കോടതി വെച്ചത്. അതിനുശേഷം സുരേഷ് ഗോപിയുടെ റീൽ വന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ. അപ്പം ആർക്കും ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസം, ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറാം. ശബരിമല വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം എന്നുള്ളതിൽ അത് പാടില്ല. ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിച്ചാൽ എന്താണ് പ്രശ്നം? ഇത്തരത്തിൽ വിശ്വാസത്തിനെതിരായിട്ട് ഇങ്ങനെ പുറകെ വരുന്നതിനോട് എത്തരത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്? അല്ല, ശബരിമല കാരണം ഇത് ഒരു മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ ആയിരുന്നെങ്കിൽ ന്യൂനപക്ഷത്തെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു കലാപം തന്നെ ഒരു പക്ഷെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായേനെ. ശബരിമലയിലെ പണ്ട് വിശ്വാസ സമരവുമായി ബന്ധപ്പെട്ട യുവതി പ്രവേശന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്നത് അവിടെ സാനിറ്ററി പാഡുമായി കടന്നു പോകുന്ന രഹന ഫാത്തിമയെ പോലുള്ള, ബിന്ദു അമ്മണിയെ പോലുള്ള സ്ത്രീകളുടെ മുഖമാണ്. അപ്പോൾ എത്ര കടന്നാക്രമണങ്ങൾ നടന്നാലും സഹിഷ്ണുതയുടെ വിശ്വാസ സമൂഹം വീണ്ടും ക്ഷമിക്കും. അവരിത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ കണ്ണീര് പൊഴിച്ച് വീണ്ടും മടങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രം 1970 അത് ഒരു വലിയ തീപിടുത്തം ഉണ്ടായി ക്ഷേത്രത്തിന്. പക്ഷേ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് പറയുന്നത്. വളരെ അതിഭയാനകമായ തീപിടുത്തം. ഏകദേശം 5 മണിക്കൂറോളം ആ പ്രദേശവാസികൾ എല്ലാവരും വന്ന്, അന്നത്തെ കാലമാണ്, ഇന്നത്തെ പോലെ ആധുനിക അഗ്നിശമന സംവിധാനങ്ങളൊന്നുമില്ല. പ്രദേശത്തെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് വെള്ളം പല കിണറുകളിൽ നിന്നും തോടുകളിൽ നിന്നും എല്ലാം ശേഖരിച്ച് കൊണ്ടുവന്നൊഴിച്ച് ഏകദേശം 5-6 മണിക്കൂർ എടുത്തു. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, ഉപപ്രതിഷ്ഠകൾ, പ്രധാന ഭാഗങ്ങൾ ഒരിടത്തും ഒരു അഗ്നിബാധ കൊണ്ടുള്ള പ്രശ്നങ്ങളും ആ ക്ഷേത്രത്തിനുണ്ടായില്ല. ഇത് വലിയൊരു മഹാത്ഭുതമായിട്ടാണ് എപ്പോഴും വിശ്വാസികൾ കരുതുന്നത്. ഒട്ടേറെ ആക്രമണങ്ങളിലൂടെ കടന്നു വന്ന 5000 വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു സങ്കല്പം, അത് ഭഗവാന്റെ ഒരു സങ്കല്പമാണ്. ഇതിന് വലിയ തലങ്ങളുണ്ട്. ഭഗവാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഗുരുവായൂർ പോലൊരു തീർത്ഥ സ്ഥലം കണ്ടെത്തിയത്? ആ ഗുരുവായൂരിലേക്ക് ആ പ്രതിഷ്ഠ വരാനുണ്ടായ കാരണം ദ്വാരകയിൽ നിന്ന് ആ പ്രതിഷ്ഠ ഗുരുവായൂരിലേക്ക് വരുന്ന കഥകളൊക്കെ അതിമനോഹരമാണ്. നമ്മുടെ ഒരു പാരമ്പര്യവും പഴമയും ഒരു സങ്കല്പവും ഒക്കെ അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു, ഐതിഹ്യവും ഒക്കെ ഉൾച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഗുരുവായൂർ അമ്പലം പഴയ ആദ്യം ഡച്ചുകാർ കേരളത്തിലേക്ക് വന്നപ്പോൾ ആദ്യം അവർ ആക്രമിച്ച അമ്പലങ്ങളുടെ കൂട്ടത്തിൽ ഗുരുവായൂർ അമ്പലമുണ്ട്. ഗുരുവായൂർ അമ്പലം അവരന്ന് കൊള്ളയടിച്ചു, എന്നിട്ട് അതിനെ തീ കത്തിച്ചു. പക്ഷേ സുമനസ്സുകളായ കുറേയേറെ വിശ്വാസികൾ അന്ന് വീണ്ടും അമ്പലം പുനർനിർമ്മിച്ചു. പിന്നീട് ഡച്ചുകാരുടെ കാലം കഴിഞ്ഞ് ഹൈദരലി, നമ്മുടെ മൈസൂർ സുൽത്താൻ, കോഴിക്കോട് കീഴടക്കി ഗുരുവായൂർ വരെ എത്തി. ഗുരുവായൂർ അമ്പലം പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അന്ന് 10,000 അന്നത്തെ പൊൻപണത്തിന് പകരം മറ്റെന്തോ ഒരു പദമുണ്ട്, അത് അവിടെയുള്ള വിശ്വാസികളൊക്കെ കൂടി ശേഖരിച്ച് കൊടുത്തിട്ടാണ് അമ്പലം ഒന്നും തകർക്കാതെ നിർത്തിയത്. പക്ഷേ അയാളുടെ മകൻ ടിപ്പു സുൽത്താൻ ഈ അമ്പലം ആക്രമിച്ച് തകർത്തു, വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. പിന്നീട് ആ പ്രദേശത്തെ കുറേയേറെ സുമനസ്സുകൾ ഒത്തുചേർന്ന് അമ്പലം പുനർനിർമ്മിച്ച് അന്ന് മദ്രാസ് സർക്കാർ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ട സംഭാവനകൾ ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ അമ്പലം നിലനിൽക്കണമെന്ന് ആശിച്ചു. അവരതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു. പിന്നീടാണ് ഈ അമ്പലത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ ലോകത്തിലേക്ക് പടരുന്നത്. നമ്മൾ ഒരു 5 മഹത് വ്യക്തികളെക്കുറിച്ച് പലപ്പോഴും ഓർമ്മിക്കുക. അമ്പലത്തിൻ്റെ മഹത് വാഴ്ത്തുകൾ പാടിയ ഇതോടുകൂടി ലോകം ഗുരുവായൂർ അമ്പലത്തെ ശ്രദ്ധിച്ചു. ഇന്ത്യയുടെ പല വിശ്വാസികളും ഇന്ത്യയിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഒഴുകിത്തുടങ്ങി. അങ്ങനെ ഒരു തീർത്ഥാടക സമൂഹം ഗുരുവായൂരിലേക്ക് വന്നു. വളരെ സമ്പന്ന ക്ഷേത്രമായി, വിശ്വാസികളുടെ ഒരു ഏറ്റവും മൂർത്തി കേന്ദ്രമായി. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന വിവാഹങ്ങളുടെ കണക്കുകൾ, ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന താലി ചാർത്തലുകൾ, മോതിരം കൈമാറ്റങ്ങൾ, ഏതൊരു വ്യക്തിയുടെയും വിശിഷ്ട ദിനം ഗുരുവായൂർ അമ്പലത്തിൽ തുടങ്ങണം. മലയാള മാസത്തിൻ്റെ പിറവി ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇതിൽ തുടങ്ങണം. അങ്ങനെ വിശ്വാസ സമൂഹം ഒരു വലിയ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടവർ
ഗുരുവായൂർ അമ്പലത്തെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു, വിശ്വാസത്തോട് ചേർത്ത് വയ്ക്കുന്നു. അതിനൊന്നും ചോദ്യം ചെയ്യാൻ അവിശ്വാസികൾക്ക് അർഹതയില്ല. അത്തരം അവിശ്വാസികളുടെ ജൽപ്പനങ്ങൾക്ക് നേരെ മറുപടി കൊടുക്കേണ്ട പോലും ഒരു ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒത്തിരി മ്ലേച്ഛമായ മറുപടികൾ ആ ഫിറോസ് ഖാന്റെ പോസ്റ്റിന് താഴെയൊക്കെ വരുന്നു. ഒരുപാട് കമന്റുകൾ. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ മഹത്വം ഉൾക്കൊള്ളണം. ഒരു ജാസ്മിൻ ജാഫറിനും അതിനെ കളങ്കപ്പെടുത്താൻ കഴിയില്ല. പറഞ്ഞതുപോലെ അഹങ്കാരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം ജാസ്മിൻ അറിവുള്ള കുട്ടിയാണ്, കോടതി വിധിയും വാർത്തകളും കാണുന്ന കുട്ടിയാണ്, ലോകം അറിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു പെൺകുട്ടിയാണ്. ജസ്നയുടെ ഒരു വിഷയം പോലും ഒരു പക്ഷെ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിഗ് ബോസിനെ പോലെ തൊടുത്തുവിടുന്ന ചില സംസ്കാരങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിൽ. അവരുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു പുരോഗമനം എന്ന് പറയുന്നത് നിലവിലുള്ള വിശ്വാസ ക്രമീകരണങ്ങളെ ചോദ്യം ചെയ്യലാണ്, നിലവിലുള്ള സംസ്കാരത്തെ ചോദ്യം ചെയ്യലാണ്, നിലവിലുള്ള ആത്മീയത വലിച്ചെറിയലാണ്. എന്നാൽ ഈ 3 ഘടകങ്ങളും അവർ പ്രയോഗിക്കുന്നത് ഹൈന്ദവ മതങ്ങൾക്കെതിരെയാണ്. മറ്റു മതങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ആർജവമില്ല. ഹൈന്ദവ മതം ഒരു പുരാണ മതമാണ്, അതിന് പ്രാകൃതമാണ് എന്ന് വരുത്തി തീർക്കാൻ പല ദൈവങ്ങളിലേക്ക് അവർ. അത് ഫിറോസിനോട് തന്നെ പല ആൾക്കാർ കമന്റ് വഴി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങളുടെ മുസ്ലിം ചർച്ചിൽ പെൺകുട്ടികളെ കയറ്റുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ പല ആചാരങ്ങളും ഇത് വേണ്ടാന്ന് വെക്കുന്നില്ല. അർത്ഥവത്തായ ചോദ്യമാണ്. ഇപ്പൊ ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ചർച്ച ഇത്തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. അവർക്കും വ്രതശുദ്ധി ആണെങ്കിലും പല ആചാരങ്ങളും. നിസ്കരിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തി അവിടെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുക, അല്ലെങ്കിൽ പെൺകുട്ടികൾ മുസ്ലിം പള്ളിയിലേക്ക് കയറി ഇത്തരത്തിലുള്ള റീൽ ചിത്രീകരിച്ച് എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്? ഒരു ഹിന്ദു പെൺകുട്ടി, ഒരു ഹിന്ദു സ്ത്രീ മുസ്ലിം പള്ളിയിൽ ചെന്ന് ഇത്തരത്തിലുള്ള ഒരു റീൽ ചിത്രീകരിക്കേണ്ട കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഹൈന്ദവതയെക്കുറിച്ച്, ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച്, ഒരു മതമെന്ന നിലയിൽ ആ ഒരു സംവിധാനം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കാത്തവരാണ് ഇത്തരം നികൃഷ്ട കമന്റുകൾ പറയുന്നത്. ഹൈന്ദവത എന്ന് പറയുന്നില്ലെങ്കിൽ ഹിന്ദു മതം, ഹിന്ദു സംസ്കാരം, അതിനെ നമുക്ക് കൂടുതലൊരു സംസ്കാരത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നതാണ് നല്ലത്. അതൊരിക്കലും ഒരു വിശ്വാസം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. വിശ്വാസം അവർ ആചാരങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല, ഒരു വിശ്വാസവും ഈ മതം അടിച്ചേൽപ്പിക്കുന്നില്ല. ആ വിശ്വാസ ജീവിതം ഒരു ആചാരത്തിലൂടെ അവർ അവതരിപ്പിക്കുന്നു. ആ ആചാരം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ആ ഹൃദയം ഇത്തരം ആചാരങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ അതൊരു വിശ്വാസ സമൂഹമായി വളരുന്നു. അവിടെ നമ്മൾ ഭഗവാൻ സങ്കല്പം എന്ന് പറയുന്ന ഒരുപാട് ദൈവസങ്കല്പങ്ങളെ കാണുന്നു. ഹൈന്ദവ മതം പഠിപ്പിക്കുന്ന ചില ചരിത്ര സത്യങ്ങളില്ലേ, ഭഗവാൻ എന്ന് പറയുന്നത് രഞ്ജിനിയുടെ മുഖത്തുമുണ്ട്. ഈ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്രകൃതിയിലെ ജീവികളുടെ ഉള്ളിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വിവിധ ദൈവങ്ങളുടെ രൂപം മുന്നിൽ വരുന്നത്, വിവിധ ദൈവങ്ങളുടെ ഭാവം ഉൾക്കൊള്ളുന്നത്, അതൊക്കെ അതിലെ സ്വാഭാവികത മാത്രമാണ്. ആ ദൈവം പല ദൈവങ്ങളിലേക്കല്ല പ്രാർത്ഥന പോകുന്നത്, ഒരു ദൈവത്തിൻ്റെ പല ഭാവങ്ങളിലേക്ക്, ഒരു ദൈവത്തിൻ്റെ പല മുഖങ്ങളിലേക്ക്, ഒരു ദൈവത്തിൻ്റെ പല പ്രകൃതിയിലേക്ക്. അതാണ് ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാണ്ട് 10,000 ദൈവങ്ങളെയല്ല നമ്മൾ ആരാധിക്കുന്നത്, ഒരൊറ്റ ദൈവത്തെയാണ്. ഒരൊറ്റ ദൈവം 10,000 മുഖങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. തത്വമസി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. അതെ. അപ്പോൾ അത്തരം വിശാല അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ഒരു മതത്തെ അധിക്ഷേപിക്കുക, മതത്തെ അവഹേളിക്കുക, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്നത് വിദേശികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കയിലൊക്കെ ചെന്നാൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. സൗദി അറേബ്യയിൽ അയോധ്യ ക്ഷേത്രം വന്ന സമയത്താണ്, സൗദിയിലാണോ ദുബായിലാണോ എന്നറിയില്ല, വലിയൊരു ക്ഷേത്രം, രാമക്ഷേത്രം വന്നു നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പോയി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ ഇപ്പോൾ വിദേശീയർ എടുത്തുകൊണ്ട് പോകുന്ന ഹിന്ദു സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെയും ഒക്കെ കുറച്ചുകൂടി അവർ അതിനെ ഉൾക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ വേദങ്ങളും ഒക്കെ പഠിച്ച് അവരത് സ്വായത്തമാക്കുകയും അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിന് വലിയ തലത്തിലെത്തണം മനുഷ്യൻ. നമുക്കിത് കടമെടുക്കുന്നത് പോലെയോ വില കൊടുത്ത് വാങ്ങുന്നത് പോലെയോ മാർക്കറ്റിൽ പോയി ഇങ്ങനെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നത് പോലെയോ ഒരു ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് നമ്മുടെ ഋഷിമാർ സ്വീകരിക്കുന്ന യോഗാചാരങ്ങൾ, ഋഷിമാർ സ്വീകരിക്കുന്ന സന്യാസ ജീവിതം, അവരുടെ ഒരു ജീവിതശൈലി, ഒരുപക്ഷെ ഒരു മികച്ച യോഗയിലൂടെ നമ്മുടെ കണ്ണുകളിൽ മറ്റൊരാളെ നമുക്ക് ഉടക്കി നിർത്താൻ കഴിയും, ഒന്ന് ചലിക്കാൻ പോലും ആകാതെ. അതിനുവേണ്ട ശക്തി ആർജിക്കാൻ കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ ഹൈന്ദവനായി, അല്ലെങ്കിൽ യഥാർത്ഥ സന്യാസിയായി, ഋഷിയായി. ഇതൊന്നും ഉൾക്കൊള്ളാതെ നമ്മൾ നമുക്ക് മുന്നിലുള്ള അമ്പലങ്ങളെ അവഹേളിക്കുന്നു. അമ്പലങ്ങളിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വന്ന് നമ്മുടെ തീർത്ഥക്കുളങ്ങളെ പരിഹസിക്കാം, 21-ാം നൂറ്റാണ്ടിലെ അന്ധവിശ്വാസമെന്ന് അധിക്ഷേപിക്കാം.
അതിലുമപ്പുറം മതഫാസിസം എന്ന് പറഞ്ഞ് കൂടുതൽ അവഹേളിക്കാം. ഇതിനൊക്കെ തുടക്കമിട്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ സംസ്കാരമാണ്. ഇടത് സംസ്കാരം കേരളത്തെ എന്താണ് പഠിപ്പിച്ചത്? അവർ പഠിപ്പിച്ചത് മതങ്ങളെ നിരസിക്കലാണ് പുരോഗമനത്തിലേക്കുള്ള പാതയെന്ന്. ആ മതങ്ങളെ നിരസിക്കൽ മറ്റു മതങ്ങളുടെ കാര്യത്തിൽ അവർ അനുവർത്തിച്ചില്ല. പകരം ഹൈന്ദവ മതത്തെ നിന്ദിച്ചു, ഹൈന്ദവ മതത്തെ അവഗണിക്കാൻ ശ്രമിച്ചു, ഹൈന്ദവ മതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളാൻ ശ്രമിച്ച രാഷ്ട്രീയ കക്ഷികളെ, ജനങ്ങളെ സംഘികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അപ്പോൾ ഹൈന്ദവതയെ ആക്രമിച്ച് പുരോഗമനം പ്രസംഗിച്ച് ഒരു ഇടതുപക്ഷ ഭുജികൾ കേരളത്തിൽ ഉടലെടുത്തപ്പോൾ അതാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിച്ച ഒരുപിടി ആളുകൾ, അതാണ് സാംസ്കാരിക പ്രവർത്തനമെന്ന് ധരിച്ച ഒരുപിടി പുരോഗമനക്കാർ, അവർ നമ്മുടെ ചിന്താധാരയെ വളരെ ബാധിച്ചു. അവരുടെ ചിന്താധാര നമ്മുടെ ചാനൽ തലപ്പത്തുണ്ട്, നമ്മുടെ മാധ്യമ ലോകത്തിൻ്റെ തലപ്പത്തുണ്ട്. അവരിപ്പോഴും ഇതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ അനുഗ്രഹാശിസ്സുകളുള്ളപ്പോൾ ഇത്തരം ജാസ്മിൻ ജാഫർമാരും ഫിറോസ് ഖാൻമാരും ഇനിയും ഹൈന്ദവ മതത്തെ പരിഹസിക്കും. ഏതായാലും ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഇന്ത്യൻ എന്ന സംസ്കാരത്തെയും പൈതൃകത്തെയും ഒന്നും അങ്ങനെ തകർക്കാനാവില്ല എന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യാം. കാരണം അത് പെട്ടെന്ന് തകരുന്ന ഒന്നല്ല. എത്രത്തോളം തകർക്കാൻ ശ്രമിച്ചാലും അത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഉയർത്തെഴുന്നേൽക്കാൻ ഒരു പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുന്തോറും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മൂന്ന് മതങ്ങളിലാണെങ്കിലും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം കൂടി. അത്രയ്ക്ക് സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്ന ഈ നമ്മളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഫിറോസ് ഖാനെ പോലുള്ള ജാസ്മിനെ പോലുള്ള ആൾക്കാരുണ്ട്. അവരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ ഇത് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളൂ. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.